ഓക്കെ. സോ അപ്പൊ നമ്മള് ഇന്നലെ കോഗ്നോസി ആയിരുന്നു നോക്കിയിരുന്നത്. നമ്മൾ ഒരുപാട് പുതിയ പുതിയ ഡ്രഗ്സിന്റെ പേരിലൂടെ മുമ്പോട്ട് പോയിരുന്നു. വി ആർ ഹാവിംഗ് മെനി കൺഫ്യൂഷൻസ് അല്ലേ ആ സമയത്ത്. പക്ഷെ ഇന്ന് അതേ ടോപ്പിക് നമ്മൾ വീണ്ടും പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. സോ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ആദ്യമേ പുതിയ ഡ്രഗിനെയൊക്കെ പഠിക്കാം. പുതിയ ഡ്രഗ് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിവിഷനിലേക്ക് വരാം. ഓക്കെ. സോ ഇന്നലെ നമ്മൾ റവോൾഫി വരെയാണ് പഠിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇന്ന് നമുക്ക് ആന്റി ഡിസെൻട്രിക് എന്നുള്ള ഏജന്റിലേക്ക് പോകാം. ഓക്കെ. ആന്റി ഡിസെൻട്രിക് ഏജന്റ്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ. സോ ആന്റി ഡിസെൻട്രിക്കിനകത്ത് വരുന്നതാണ് എപ്പികാക്ന. സോ എപ്പികാക്ന ഈസ് ബേസിക്കലി ഇറ്റ് ഈസ് എപ്പികാക് അല്ലെങ്കിൽ സിനോണിം എന്ന് പറയുന്നത് എപ്പികാക് ആണ്. ഐസോഫിനോളിൻ ആൽക്കലോയിഡ് ആണ്. ഓക്കെ. അപ്പൊ ഐസോഫിനോളിൻ ആൽക്കലോയിഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത് എന്താണ്, ഐസോഫിനോളിൻ ആൽക്കലോയിഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ. സോ അത് ഫിനോളിക്കോ അല്ലെങ്കിൽ നോൺ ഫിനോളിക്കോ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കാം. സോ എപ്പികാക് എന്ന് പറയുന്ന ആന്റി ഡിസെൻട്രിക് ഏജന്റ് ആണ് which contain isophenolin alkaloids. മെയിൻ ആൽക്കലോയിഡ് ഏതൊക്കെയായിരിക്കും എപ്പികാക്കിന്റെ അകത്ത് ഉണ്ടാവുന്നത്? എമിറ്റിൻ, സെഫാലിൻ, സൈക്കോട്രിൻ, ഓമീഥൈൽ സൈക്കോട്രിൻ, എമിറ്റാമൈൻ. ഇത്രയും സാധനങ്ങളാണ് എപ്പികാക്കിനകത്ത് ഉണ്ടാവുക. ഓക്കെ. എപ്പികാക്കിനകത്തുള്ളത് ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സ് ആണ്. അതർ ദാൻ ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സ് മെയിൻ ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ്? എമിറ്റിൻ, സെഫാലിൻ, സൈക്കോട്രിൻ, ഓമീഥൈൽ സൈക്കോട്രിൻ ആൻഡ് എമിറ്റാമൈൻ. ഓക്കെ. സോ എപ്പികാക് എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈഡ് റൂട്ട് അല്ലെങ്കിൽ റൈസോ, ഡ്രൈഡ് റൂട്ട് അല്ലെങ്കിൽ റൈസോ ഓഫ് സെഫാലിസ് എപ്പികാക്ന അല്ലെങ്കിൽ സെഫാലിസ് അക്യുമിനാറ്റ. ഓക്കെ. സോ രണ്ടും സെഫാലിസ് തന്നെയാണ്. സെഫാലിസ് എപ്പികാക് അല്ലെങ്കിൽ സെഫാലിസ് അക്യുമിനാറ്റ. CI and CA. സെഫാലിസ് എപ്പികാക്ന അല്ലെങ്കിൽ സെഫാലിസ് അക്യുമിനാറ്റ both belongs to the family Rubiaceae. both belongs to the family Rubiaceae. Okay. ഇനി എപ്പികാക് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഡ്രഗിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇറ്റ് ആക്ട് ആസ് ആൻ എക്സ്പെക്ടോറന്റ്, എമിറ്റിക്. ഓക്കെ. എന്തൊക്കെയാണ്? എക്സ്പെക്ടോറന്റ് ആണ്, എമിറ്റിക് ആണ്, ആന്റി പ്രോട്ടോസോവൽ ആണ്. ഹൈ കോൺസെൻട്രേഷനിൽ നമുക്ക് എൻഡമീബ ഹിസ്റ്റോളിക്ക പോലെയുള്ള ഡിസീസ് കണ്ടീഷനിൽ ലോ കോൺസെൻട്രേഷനിൽ എൻഡമീബ ഹിസ്റ്റോളിക്കയ്ക്ക് ഉപയോഗിക്കാം. ഹൈ കോൺസെൻട്രേഷനിൽ നമ്മൾക്ക് ഒരു ആന്റി പ്രോട്ടോസോവൽ ഏജന്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. സോ അമീബിക് ഡിസെൻട്രി, ആന്റി ട്യൂമർ പ്രോപ്പർട്ടീസ്, എക്സ്പെക്ടോറന്റ്, എമിറ്റിക്. ഇത്രയുമാണ് അതർ ദാൻ ആന്റി ഡിസെൻട്രിക് ആക്ടിവിറ്റീസ് കാണിക്കുന്നത്. എമിറ്റിക് ആണ്, എക്സ്പെക്ടോറന്റ് ആണ്, ആന്റി പ്രോട്ടോസോവൽ ആണ്, അമീബിക് ഡിസെൻട്രി ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ആന്റി ട്യൂമർ പ്രോപ്പർട്ടി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആന്റിസെപ്റ്റിക് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആന്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാലോ. ആന്റിസെപ്റ്റിക് എന്തായിരുന്നു? ലിവിങ് ടിഷ്യൂസിൽ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആന്റിസെപ്റ്റിക്. ഡിസിൻഫെക്റ്റന്റ് നോൺ ലിവിങ് ടിഷ്യൂസിൽ ഉപയോഗിക്കുന്നതാണ് ഡിസിൻഫെക്റ്റന്റ്. സോ ഫസ്റ്റ് വൺ ബെൻസോയിൻ, അത് ബാൽസമിക് റെസിൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി റെസിൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ബെൻസോയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസിൻ. ഓക്കെ. സോ ബെൻസോയിൻ ഈസ് എ റെസിൻ ആൻഡ് വേറെ കുറച്ച് പേരുകളും കൂടി ഉണ്ട്. സിനോണിമ സുമാട്ര, ബെൻസോയിൻ ആൻഡ് ലോബാൻ. ഏതൊക്കെയാണ്? സുമാട്ര, ബെൻസോയിൻ ആൻഡ് ലോബൻ. ഈ മൂന്ന് സിനോണിംസ് ആണ് ബെൻസോയിൻ ഉള്ളത്. സോ ബെൻസോയിൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ബാൽസമിക് റെസിൻ. ബാൽസമിക് റെസിൻ എന്നാണ് ബെൻസോയിൻ അറിയപ്പെടുന്നത്. സുമാട്ര, ബെൻസോയിൻ ആൻഡ് ലോബൻ, ഇത് മൂന്നും അതിന്റെ സിനോണിം ആണ്. ബെൻസോയിൻ ഇസ് എ ബാൽസമിക് റെസിൻ. നമ്മൾ പറഞ്ഞു അല്ലെ, ബെൻസോയിൻ എന്ന് പറയുന്നത് ഒരു ബാൽസമിക് റെസിൻ ആണ്, which is obtained from Styrax benzoin അല്ലെങ്കിൽ Styrax parallelonurus. So SB അല്ലെങ്കിൽ SP അങ്ങനെ ആലോചിക്കാം. സ്റ്റൈറാക്സ് എന്നുള്ള വേർഡ് പ്രധാനമാണ്. സ്റ്റൈറാക്സ് സ്പീഷീസ് സ്റ്റൈറാക്സ് ബെൻസോയിനിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റൈറാക്സ് പാരലലോന്യൂറിയസിൽ നിന്നോ നമുക്ക് എന്ത് കിട്ടും?
benzoin എന്ന റെസിൻ കിട്ടാം. Then other species of styrax known in the market as Sumatra benzoin, or it may also contain the balsamic resin from Styrax tonkinensis. Other species are commonly known as Siam benzoin. So ഈ Styrax tonkinensis, Siam benzoin എന്നൊക്കെ പറയുന്ന അവരുടെ തന്നെ പല പല സ്പീഷീസുകളാണ്. ഓക്കെ, സോ ബെൻസോയിൻ എന്ന് പറയുന്നത് ഒരു റെസിൻ ആണ്, ബാൽസമിക് റെസിൻ ആണ്. സുമാട്ര, ബെൻസോയിൻ, ലോബൻ ഒക്കെ ബെൻസോയിന്റെ മറ്റു പേരുകളാണ്. ബെൻസോയിൻ എന്താണ്? ബാൽസമിക് റെസിൻ ആണ്, ഒബ്റ്റൈൻഡ് ഫ്രം സ്റ്റൈറാക്സ് ബെൻസോയിൻ അല്ലെങ്കിൽ സ്റ്റൈറാക്സ് പാരലലോനൂറിയസ്. ഇനി കണ്ടന്റുകൾ നോക്കാം. എന്തൊക്കെയാണ് സുമാട്ര ബെൻസോയിനിൽ ഉള്ളത്? സുമാട്ര കണ്ടെയ്ൻ ബെൻസോയിക് അല്ലെങ്കിൽ സിനമിക് ആസിഡ് അല്ലെങ്കിൽ അവരുടെ എസ്റ്ററുകൾ. ഓക്കെ, ബെൻസോയിക് അല്ലെങ്കിൽ സിനമിക് ആസിഡ്സ്, then triterpenoic acid, such as sumaracetonic അല്ലെങ്കിൽ cyaresinolic acid ഒക്കെ present ആണ്. Okay, major constituent of Siam benzoin is an ester coniferyl benzoate. The drug also contains styrol, vanillin, phenyl propyl cinnamate. Okay, so sumatrobenzone എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡ് ഉണ്ട്, സിനമിക് ആസിഡ് ഉണ്ട്, ട്രൈടെർപിനോയിഡ് ആസിഡ് ഉണ്ട്, ട്രൈടെർപിനോയിഡ് ആസിഡ്, സുമാറസിനോളിക് ആസിഡ്, സയാറസിനോളിക് ആസിഡ്, ഇവരൊക്കെ എവിടെയാ ഉണ്ടാവുക? നമ്മുടെ ബെൻസോയിനിൽ പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, മേജർ കോൺസ്റ്റുവന്റ് ഓഫ് സയാം ബെൻസോയിൽ എന്താണ്? കോണിഫെറൈൽ ബെൻസോവേറ്റ്. ഇതാണ് കോണിഫെറൈൽ ബെൻസോവേറ്റ്, and it also contain what all things? It also contain styrol, vanillin and phenyl propyl cinnamate. Okay, സോ അപ്പം ഒരു ഓപ്ഷന്റെ അകത്ത് ചിലപ്പോൾ ചോദിക്കാം, ഈ താഴെ തന്നിരിക്കുന്നതിൽ 3 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ മാത്രം ബെൻസോയിക് ആസിഡിന് അല്ലെങ്കിൽ ബെൻസോയിന്റെ അല്ല. താഴത്തെ ഓപ്ഷനകത്ത് ഇപ്പം ബെൻസോയിക് ആസിഡും സിനമിക് ആസിഡും എന്താ സുമാറസിനോളിക് ആസിഡും സ്റ്റൈറോളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എല്ലാവരും തന്നെയും ബെൻസോയിന്റെ എന്താണ് ഇൻഗ്രീഡിയൻസ് ആണ് അല്ലെ. Then benzoin is an irritating expectorant, a carminative and a diuretic. So benzoin എന്ന് പറയുന്നത് ഒരു എക്സ്പെക്ടോറന്റ് ആയിട്ട് ഉപയോഗിക്കാം, കാർമിനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, ഡയൂററ്റിക് ആയിട്ട് ഉപയോഗിക്കാം, ആൻഡ് ഓൾസോ യൂസ്ഡ് എക്സ്റ്റേണലി, ഒരു ആന്റിസെപ്റ്റിക്, ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ടിങ്ചർ ഓഫ് ബെൻസോയിൻ ആൻഡ് ഇൻഹലേഷനിലായിട്ടും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനും ഒക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ, സോ എക്സ്പെക്ടോറന്റ്, കാർമിനേറ്റീവ്, ഡയൂററ്റിക്, ഇൻഹലേഷനിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനും. ഫാമിലി നമ്മൾ പറഞ്ഞല്ലോ, Styrax belongs to the family Styraceae. Okay, Styrax belongs to the family Styraceae. Okay, so അപ്പം സെക്കൻഡ് ഏജന്റ് ആയിട്ടുള്ള ബെൻസോയിൻ ആണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്. സോ ആന്റിസെപ്റ്റിക്കിനകത്ത് ഫസ്റ്റ് വൺ ഇസ് ബെൻസോയിൻ, സെക്കൻഡ് വൺ ഇസ് മിർ. മിർ എന്താ? മിർ ഒരു ഒലിയോഗം റെസിൻ ആണ് അല്ലെ. മിർ എന്ന് പറയുന്നത് ഒരു ഒലിയോഗം റെസിൻ ആണ്. ഓക്കെ, ഒലിയോഗം റെസിൻ തന്നെ 2 തരത്തിൽ പറയാം, 2 പേരിൽ വിളിക്കാം. ഗമ്മർ അല്ലെങ്കിൽ ബോൾ അല്ലെങ്കിൽ മിറ, ഇതൊക്കെ അതിന്റെ സിനോണിംസ് ആണ്. മിർ ഒരു ഒലിയോഗം റെസിൻ ആണ്. സോ ഓയിലും വാട്ടറും, ഓയിലും ഗമ്മും റെസിനും അതിന്റെ അകത്ത് ഉണ്ട്. ഓക്കെ, സോ ഓയിൽ എത്ര പെർസെന്റേജ് ഉണ്ട്? ഓയില് ഒരു 10% ഉണ്ട്, 60% ഗമ്മുണ്ട്, 40% റെസിൻ ഉണ്ട്. ഓയിൽ ഗം റെസിൻ റേഷ്യോ ആണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ മിർ contains 10% of yellowish thick volatile oil, 60% gum, 25 to 40% resin, and bitter principle about 3 to 4%. Resin contain either
soluble resin acid, alpha, beta, and Y camphoric acid. Alpha and beta myrolic acid and either insoluble acid present in resin. It also contains glycerides of saturated അല്ലെങ്കിൽ unsaturated fatty acids ഉണ്ടാവും. ഓക്കെ, സോ മിർ എന്ന് പറയുന്നത് എന്താണ്? മിർ is an oleogum resin. ഒലിയോഗം റെസിൻ ആണ്. ഗം അല്ലെങ്കിൽ ഗം മിർ, ബോൾ, മിറ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മിറിന്റെ പല പല പേരുകളാണ്. Then family നോക്കാം. What is the family? It is Burseraceae. Burseraceae. Myrrh belongs to the family Burseraceae and is obtained from Commiphora moldmole. Okay. Commiphora moldmole നമുക്ക് കിട്ടുന്നത് എന്താണ്? മിറാണ്. മിറിന്റെ മറ്റ് പേരുകളാണ് ഗമ്മർ, ബോൾമർ, മിറ എന്നൊക്കെ ഉള്ളത്. ഒലിയോഗം റെസിൻ ആണ്. കോമിഫോറ മോൾമോളിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ മറ്റ് കോമിഫോറ സ്പീഷീസ് നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ബൂർസുറേസിയെ ഒരു യെല്ലോയിഷ് തിക് വോളറ്റൈൽ ഓയിൽ ആണ്. റെസിൻ കണ്ടെയ്ൻ ഈതർ സോലുബിൾ റെസിൻ ആസിഡ്, ആൽഫ, ബീറ്റ ആൻഡ് വൈ കോമിഫോറിക് ആസിഡ്. The alpha and beta myrolic acid are either insoluble acid present in the resin. Okay, so എന്തിനൊക്കെ ഉപയോഗിക്കാം? Stimulant, antiseptic, astringent, tincture in mouth washes and gargles. Okay, so ഇത്രയും സാധനങ്ങൾ മിറിന്റെ അകത്ത് വരുന്നത്. മിർ ഒന്ന് എഴുതി ഒന്ന് ഓക്കെ, സോ മിർ വായിച്ചു എന്ന് വിചാരിക്കുന്നു. മിർ എന്താണ്? ഒലിയോഗം റെസിൻ ആണ്. ഗമ്മ്, ബോൾ, മിറ എന്നൊക്കെയാണ് സിനോണിംസ് വരുന്നത്. ഒലിയോഗം റെസിൻ ഒബ്റ്റൈൻഡ് ഫ്രം കോമിഫോറ മോൾമോൾ. കോമിഫോറ സ്പീഷീസിൽ നിന്നാണ് നമുക്ക് മിർ കിട്ടുന്നത്. ബിലോങ്സ് ടു ദ ഫാമിലി ബുർസുട്ടേസിയെ. ബുർസുറേസിയെ ഇസ് ദ ഫാമിലി. മിറിന്റെ അകത്ത് ഓയിൽ ഗം റെസിൻ റേഷ്യോ ഉണ്ട്. ഓയിൽ 10, ഗം 60, റെസിൻ 40. ആൻഡ് കോമിഫോറിക് ആസിഡ് ആണ് മെയിൻലി അതിനകത്ത് ഉണ്ടാവുക. റെസിൻ ആസിഡ്, ആൽഫ, ബീറ്റ, ഗാമ, കോമിഫോറിക് ആസിഡ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു ഇത് ആക്ട് ആസ് എ സ്റ്റിമുലന്റ്, antiseptic, astringent and tincture in mouthwashes and gargles. Okay, next one is neem. Okay, അടുത്ത നമുക്ക് നീം നമുക്ക് അറിയാലോ അല്ലെ, ആര്യവേപ്പ്. ഇറ്റ് ഈസ് ഡൈടെർപീൻസ്, നാച്ചുറൽ പെസ്റ്റിസൈഡ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ രണ്ട് പേരുകളാണ് മർഗോസ ഓയിൽ ആൻഡ് നീം ഓയിൽ. രണ്ട് പേരുകളാണുള്ളത്, മർഗോസ ഓയിൽ ആൻഡ് നീം ഓയിൽ. ഓക്കെ, മർഗോസ ഓയിൽ അല്ലെങ്കിൽ നീം ഓയിൽ എന്നുള്ളതാണ് വേറെ ഒരു പേര്, സിനോണിം. ഇറ്റ് ഈസ് നോൺ എഡിബിൾ ഫിക്സ്ഡ് ഓയിൽ ഒബ്റ്റെയിൻഡ് ഫ്രം fully matured seeds of Azadirachta indica family. Okay, so neem എന്ന് പറയുന്നത് നോൺ എഡിബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് ഓയിൽ ആണ്. നമുക്ക് കിട്ടുന്ന എവിടുന്നാണ്? അസാദിരച്ത ഇൻഡിക്ക. അസാദിരച്ത, അസാദി. ഓക്കെ, അസാദിരച്ത indica. Azadirachta indica belongs to the family Meliaceae. So മെലിഞ്ഞ ഒരു നീം എന്നൊരു ക്ലൂ ഇട്ട് വെക്കാം, മെലിയേസിയെ. ഓക്കെ, മെലിയേസിയെ. അപ്പൊ നമ്മൾ പറഞ്ഞു അസാദിരച്ത ഇൻഡിക്ക എന്നുള്ളതാണ് അതിന്റെ ഫാമിലി, അല്ല അതിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്തുള്ള ഏറ്റവും ആക്റ്റീവ് കണ്ടന്റ് ആണ് അസാദിരച്തിൻ. ഓക്കെ, സോ അസാദിരച്ത എന്നുള്ള പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണ്ടന്റ് ആണ് അസാദിരച്തിൻ. സോ ഇറ്റ് കണ്ടെയ്ൻ ഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ
അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അസാചുരേറ്റഡ് ആണ് അതിന്റെ കണ്ടന്റ്. ദ മെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒലീക് ആൻഡ് സ്റ്റീറിക് ആസിഡ്. നീമിൽ നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാണ്? ഒലീക് ആസിഡ്, സ്റ്റീറിക് ആസിഡ് ഒക്കെയാണ് നമുക്ക് കിട്ടുക. ആൻഡ് ദ ഓയിൽ കണ്ടെയ്ൻ 2% ഓഫ് ബിറ്റേഴ്സ് അല്ലെങ്കിൽ സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്. സോ നീമിൽ നിന്ന് കിട്ടുന്നതാണ് നിംബിഡിൻ, നിംബിൻ, നിംബിനിൻ, നിംബിഡോൾ. അൺസാപ്പോണിഫയബിൾ പാർട്ട് എന്ന് പറയുന്നതാണ് നിംബോസ്റ്റീറോൾ. സോ എന്തൊക്കെയാണ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കണ്ടന്റ്? ഒന്ന്, അതിന്റെ ഫാമിലി ബയോളജിക്കൽ സോഴ്സിൽ തന്നെയാണ് അസാദിരാക്സിൻ. അസാദിരാക്സിനാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഗ്ലിസറൈഡ്. ഓക്കെ, ഇനി അൺസാപ്പോണിഫൈഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നിംബോസ്റ്റിറോൾ. ദെൻ അതർ കോമ്പൗണ്ട്സ് ആർ നിംബിഡിൻ, നിംബിൻ, നിംബിനിൻ ആൻഡ് നിംബിഡോൾ. നിംബിഡിൻ, നിംബിനിൻ, നിംബിനിൻ, നിംബിഡോൾ. സോ നിംബിൻ, നിംബിഡിൻ ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സിന് എന്താണ് ആക്ടിവിറ്റി ഉള്ളത്? ആന്റി വൈറൽ പ്രോപ്പർട്ടി. നമ്മുടെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നപ്പോ കിടന്നിട്ടുണ്ടാവും അല്ലെ ആര്യവേപ്പിലയുടെ മോൾ, ബിക്കോസ് ഇറ്റ് ഇസ് ഹാവിംഗ് ആന്റി വൈറൽ ആക്ടിവിറ്റി. Then rheumatism and also used in pesticide and medicated skin disease ഉള്ളതിനകത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് കുർക്കുമ. കുർക്കുമ അല്ലെങ്കിൽ ഇന്ത്യൻ സാഫ്രോൺ, കുർക്കുമ, ടർമറിക് എന്നൊക്കെ പറയുന്ന ഹൽദി, ഹരിദ്ര, ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? മഞ്ഞളിനെ പറയുന്ന പേരുകളാണ്. ഓക്കെ, മഞ്ഞൾ. സോ belongs to the family സിഞ്ചിബറേസിയ. ഇഞ്ചിയുടെ ഒക്കെ ഒരു ഫാമിലി ആയിട്ട് തന്നെയല്ലേ, ഇഞ്ചി പോലെ തന്നെയല്ലേ മഞ്ഞൾ വിരിക്കുന്നത്. സോ ബിലോങ്സ് ടു ഫാമിലി ജിഞ്ചിബറേസിയെ. ആൻഡ് ബയോളജിക്കൽ സോഴ്സ് എന്താണ്? ഫ്രഷ് റൈസോം ഓഫ് ദ പ്ലാന്റ് കുർക്കുമ ലോങ്ങ. കുർക്കുമ ലോങ്ങയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ടർമറിക് കണ്ടെയ്ൻ 5% ഓഫ് വോളറ്റൈൽ ഓയിൽ, റെസിൻ, abundant gingiberous starch grains, yellow coloring substance known as curcuminoids. അപ്പൊ ടർമറിക്കിനകത്ത് 5% വോളറ്റൈൽ ഓയിൽ, പിന്നെ റെസിന് ഒരുപാട് ജിഞ്ചിബറേഷ്യസ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ടായിരുന്നു. ദെൻ യെല്ലോ കളറിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള കുർക്കുമിനോയിഡ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, കുർക്കുമിനോയിഡ്സ് ആൻഡ് ജിഞ്ചിബറേഷ്യസ്. ഓക്കെ, ജിഞ്ചിബറേഷ്യസ് സ്റ്റാർച്ച് ഗ്രെയിനും then curcuminoids ഉണ്ടായിരുന്നു. Okay, then next one, chief component of curcuminoid is curcumin. Okay, major components എന്താണ്? കുർക്കുമിൻ ആണ്. ഓക്കെ, സോ കുർക്കുമ ലോങ്ക എന്നുള്ളതാണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ബിലോങ്സ് ടു ദ ഫാമിലി ജിഞ്ചിബറേസിയെ. ടർമറിക് കണ്ടെയ്ൻ 5% ഓഫ് volatile oil, resin, abundant ജിഞ്ചിബറേഷ്യസ് സ്റ്റാർച്ച് ഗ്രെയിൻസ്, യെല്ലോ കളറിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് കുർക്കുമിനോയിഡ്സ് എന്ന് പറയുന്നത്. എന്തിനൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ആസ് എൻ ആന്റിസെപ്റ്റിക് അല്ലെ. ഒരു മുറിവോ അല്ലെങ്കിൽ പ്രാണി കടിച്ചാൽ നമ്മൾ ആദ്യം മഞ്ഞൾ അവിടെ അരച്ചിടും. സോ ഇറ്റ് ആക്ട് ആസ് എൻ ആന്റിസെപ്റ്റിക് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ സ്പൈസസിലും ഒരു കളറിംഗ് ഏജന്റ് ആയിട്ട് ഓയിന്റ്മെന്റിലും കിട്ടും. വിക്കോ ടർമറിക് ഒക്കെ ഓർമ്മയില്ലേ? മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ടർമറിക്. സോ ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാം. ദെൻ നമുക്കതിനെ ഒരു കണ്ടെയ്ൻമെന്റ് അല്ലെങ്കിൽ സ്പൈസ് ആയിട്ടും കളറിംഗ് ഏജന്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ് കുർക്കുമ ലോങ്ക എന്ന ബയോളജിക്കൽ സ്പീഷീസിൽ വരുന്ന മഞ്ഞൾ അല്ലെങ്കിൽ സിഞ്ചിബറേസിയ ഫാമിലിയിൽ വരുന്ന മഞ്ഞൾ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പോകുന്ന ഇതിലേക്കാണ് ആന്റി മലേറിയൽസ്. അടുത്ത ക്ലാസ് ആണ് ആന്റി മലേറിയൽസ്. ഓക്കെ, സോ ഇതാ ഒരു പോയിന്റ് മുകളിലുണ്ട്. കുർക്കുമിനോയിഡ്സ് ഐസൊലേറ്റഡ് ഫ്രം ethyl acetate extract of turmeric have shown modest HIV1 ഉം HIV2 protease inhibitory activity. സോ കുർക്കുമിനോയിഡ്സ് എന്ന് പറയുന്നത് ടർമറിക്കിന്റെ ഒരു ഈഥയിൽ എക്സ്ട്രാക്ട് ആയിരിക്കും. സോ ദാറ്റ് അത് HIV1 ഉം HIV2വിന്റെയും പ്രോട്ടീസ് ഇൻഹിബിറ്ററി ആക്ടിവിറ്റി ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ആന്റി മലേറിയൽസ്. ആന്റി മലേറിയൽസിനകത്ത് വരുന്നതാണ് സിൻകോണ. സിൻകോണയ്ക്കകത്ത് വരുന്നതാണ് ക്വിനോളിൻ ആൽക്കലോയിഡ്സ്. ഓക്കെ,
സോ ആന്റി മലോറിയൽസ് എന്ന് പറയുന്നത്, ആന്റി മലോറിയക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വിനീൻ, ക്വിനിഡി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ വാട്ട് ഈസ് ദിസ് ഗെറ്റിംഗ് ഫ്രം സിൻഗോണയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സിൻഗോണ ഒരു ക്വിനോളിൻ ആൽക്കലോയിഡ് ആണ്. രണ്ട് സിനോണിം ആണുള്ളത്, ജെസൂട്ട് ബാർക്കും പെരൂവിയൻ ബാർക്കും. സിൻഗോണയുടെ മറ്റു പേരാണ് ജെസൂട്ട് ബാർക്ക്, പെരൂവിയൻ ബാർക്ക്. എന്താ ചെയ്യുന്നത്? സിൻഗോണ കാലിസായ അല്ലെങ്കിൽ സിൻഗോണ ലെഡ്ജുരിയാന, സിൻഗോണ ഒഫീഷ്യനാലിസ് അല്ലെങ്കിൽ സിൻഗോണ സബ്സിറൂബ, ഇത്രയും പ്ലാന്റുകളെ എടുക്കുന്നു. അവരുടെ എന്താ പറയാ, നമ്മുടെ ബാർക്ക് ഉണ്ടല്ലോ, അവരുടെ ഉള്ളിലത്തെ വുഡ് അല്ല പറയുന്നത്, അവരുടെ ബാർക്കാണ് നമ്മൾ ചെത്തിയെടുക്കുക. ഓക്കെ, ഡ്രൈഡ് ബാർക്ക് ഓഫ് കൾട്ടിവേറ്റഡ് സീഡ്സ് ഓഫ് സിൻഗോണ കാലിസായ, സിൻഗോണ റെഡ്ജുറിയാന, സിൻഗോണ ഒഫീഷ്യനാലിസ്, സിൻഗോണ സക്സിറോബ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഒരു ഹൈബ്രിഡ് സ്പീഷീസും ആവാം. ആൻഡ് ബിലോങ്സ് ടു ദ ഫാമിലി റൂബിയേസിയെ. ഓക്കെ, റൂബിയേസിയ ആണ് നമ്മളെ ഫാമിലി ആയിട്ട് വരുന്നത്. റൂബിയേസിയെ വേറൊരു അർത്ഥം പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? പെയിൽ കട്ടേച്ചൂന്റെ ഫാമിലി എന്താ? റൂബിയേസിയെ. ബ്ലാക്ക് കട്ടേച്ചൂന്റെ ഫാമിലി ഏതാണ്? ലെഗൂമിനോസിയെ. ഓക്കെ, സോ റൂബിയേസിയെ രണ്ടിടത്ത് പഠിച്ചു, സിൻഗോണ ആൻഡ് പെയിൽ കട്ടേച്ചു രണ്ടിടത്തും റൂബിയേസിയാണ് ഫാമിലി. സോ സിൻഗോണ ബാർക്കില് 25 ആൽക്കലോയിഡുകൾ എടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അത് ഏതൊക്കെയാണ്? മിക്കത് ക്വിനോളിൻ ഗ്രൂപ്പിന്റെ ആയിരിക്കും. ആ ക്വിനോളിൻ ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ ക്വിനീൻ, ക്വിനിഡീൻ, സിൻഗോണിൻ, സിൻഗോനിഡീൻ, ക്വിനീസീൻ, ദെൻ സിൻകോനസീൻ, ഹൈഡ്രോക്വിനൈൻ അല്ലെങ്കിൽ ഹൈഡ്രോസിൻഗോനിഡീൻ, ഹോമോസിൻഗോനിഡീൻ, ഇതെല്ലാം നമുക്ക് സിൻഗോണയിൽ നിന്ന് കിട്ടുന്നതാണ്. ആന്റി മലേറിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ബിറ്റർ സ്റ്റൊമാറ്റിക്, ആന്റി പൈററ്റിക് ആയിട്ടൊക്കെ ആക്ട് ചെയ്യും. ക്വിനിഡിൻ നമ്മൾ പ്രധാനമായിട്ടും ഒരു കാർഡിയാക് ഡിപ്രസന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും അരിത്മിയ തടയാനും ടക്കികാർഡിയ തടയാനുമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്വിനിഡിൻ ഏട്രിയൽ ഫിബ്രിലേഷൻ തടയാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഏട്രിയൽ ഫിബ്രിലേഷൻ, കാർഡിയാക് പ്രോബ്ലംസ്, ക്വിനിഡിൻ ഒരു കാർഡിയാക് ഡിപ്രസന്റ്. ഓക്കെ, ക്വിനിഡിൻ ഈസ് എ കാർഡിയാക് ഡിപ്രസന്റ്, ആന്റി അരിത്മിയ, ടക്കികാർഡിയ, ഏട്രിയൽ ഫിബ്രിലേഷൻ ഒക്കെ നമുക്ക് സിൻഗോണ ഉപയോഗിക്കാം. Okay, so Syngona is also called as quinoline alkaloid, Jesuit bark, Peruvian bark ഒക്കെയാണ് അതിന്റെ മറ്റു പേരുകൾ. സിൻഗോണ കാലിസയ, സിൻഗോണ ലെഡ്ജുറിയാന, സിൻഗോണ ഒഫീഷ്യനാലിസ്, സിൻഗോണ സക്സിറോബ എന്നീ പേരുകളിലാണ് സിൻഗോണ അറിയുന്നത്. ഫാമിലി റൂബിയേസിയെ, ക്വിനിഡിൻ, ക്വിനിൻ, സിൻഗോണിൻ, സിൻഗോനിഡി, ഇത്തരം പേരുകളൊക്കെ സിൻഗോണയുടെ മറ്റു പേരുകൾ അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ്. നെക്സ്റ്റ് നമ്മള് ഓക്സിടോക്സിക്. അപ്പം ഓക്സിടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓക്സിടോക്സിക് ഇപ്പൊ ലേബറിന്റെ ഒക്കെ സമയത്ത് കോൺട്രാക്ഷൻ കുറവാണെങ്കിൽ നമ്മൾ ഓക്സിടോക്സിൻ ആഡ് ചെയ്യും. വാട്ട് ഇസ് ദ പർപ്പസ്? അവിടുത്തെ കോൺട്രാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ. സോ ഇൻഡോൾ ആൽക്കലോയിഡ് ആയിട്ടുള്ള എർഗോട്ട് ആണ് ഓക്സിടോക്സിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റ് സിനോണിമുകൾ എന്തൊക്കെയാണ്? എർഗോട്ട് ഓഫ് ഫ്രൈ അല്ലെങ്കിൽ എർഗോട്ട, എർഗോട്ട് ഓഫ് ഫ്രൈ അല്ലെങ്കിൽ എർഗോട്ട. എർഗോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡ്രൈഡ് സ്ക്ലിറോട്ടിയം ഓഫ് എ ഫംഗസ് ബിലോങ്സ് ടു ദ ഫാമിലി ക്ലാവിസെപ്സ് പെർപ്യൂരിയെ. അതിന്റെ ഫാമിലിയാണ് ക്ലാവിസെപ്പറ്റേസിയെ അല്ലെങ്കിൽ ഹൈപ്പോക്രേസിയെ എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് ഗ്രോൺ ഇൻ ദ ഫാമിലി ഓഫ് ദ, അത് റൈ പ്ലാന്റിന്റെ ഓവറിയിലാണ് അത് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് റൈ പ്ലാന്റിന്റെ ഫാമിലി സെക്കയിൽ സെറിയലെ ബിലോങ്സ് ടു ദ ഫാമിലി ഗ്രാമിനെ. എന്ന് വെച്ചാൽ എർഗോട്ട് എന്ന് പറയുന്ന സ്പീഷീസിനെ എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ എർഗോട്ട് എന്ന് പറയുന്ന ഡ്രഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഫംഗസിനെ ക്ലാവിസെപ്സ് പെർപ്യൂരിയ അല്ലെ ക്ലാവിസെപ്പറ്റേസിയെ, ഹൈപ്പോക്രറ്റേസിയെ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ഈ ഫംഗസിനെ റൈ പ്ലാന്റിന്റെ ഓവറിയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ ഓവറിൽ ഈ ഫംഗസ് ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കും. സോ രണ്ടാൾക്കാരും രണ്ട് ഫാമിലി ഇവിടെ പഠിക്കണം. ഒന്ന് ക്ലാവിസെപ്സ് പെർപ്യൂരിയ എന്ന് പറയുന്ന സ്പീഷീസിലാണ് നമ്മൾ ഗ്രോത്ത് നടത്തുന്നത്. ഓക്കെ, ക്ലാവിസെപ്സ് പെർപ്യൂരിയ പോയിട്ട് റൈ പ്ലാന്റിന്റെ ഓവറിൽ ഗ്രോ ചെയ്യും. എന്നിട്ട് ആ ഗ്രോ ചെയ്തിട്ട് അതിന്റെ സ്ക്ലിറോട്ടിയം ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് എർഗോട്ട് അല്ലെങ്കിൽ എർഗോട്ട് ഓഫ് ഫ്രൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ എർഗോട്ട് ഓഫ് ഫ്രൈ എന്ന് പറയുന്നത് ഡ്രൈ സ്ക്ലിറോട്ടിയം ഓഫ് ദ
species Claviceps purpurea belongs to the family Clavicepaceae, and it is in the ovary of ripe plant. Secale cereale belongs to the family Graminae. Okay, then ergot contain large number of potent indole alkaloids which are derivatives of lysergic acid. Okay, so ergotnathu ഒരുപാട് ഇൻഡോൾ ആൽക്കലോയിഡുകൾ ഉണ്ട്. ഇൻഡോൾ ആൽക്കലോയിഡ്സ് ഒരുപാടുണ്ട് which contain lysergic acid. So lysergic acid എന്താണ്? പെപ്റ്റൈഡ് ആൽക്കലോയിഡിലാണ് lysergic acid എന്ന് പറയുന്നത് അല്ലെ. lysergic acid they are present in the peptide derivative form. Hence alkaloid നമ്മൾ വിളിക്കുന്നത് പെപ്റ്റൈഡ് ആൽക്കലോയിഡ് എന്നാണ്. 6 pairs of alkaloids are broadly classified. രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിട്ടാണ്? വാട്ടർ സോല്യൂബിൾ എന്നും വാട്ടർ ഇൻസോല്യൂബിൾ എന്നും രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് അവരെ തിരിക്കാം. ഓക്കെ, ആൻഡ് ആ വാട്ടർ സോല്യൂബിൾ വാട്ടർ ഇൻസോല്യൂബിളിനകത്തും ഓരോന്നിന്റെ അകത്തും ലീവോ ഫോമും ഡെക്സ്ട്രോ ഫോമും ഉണ്ട്. ആൻഡ് ദിസ് ലീവോ ഫോം ഈസ് ആക്ടിങ്. ഓക്കെ, ഡെക്സ്ട്രോ ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് inert in action. Okay, then water soluble part ആണ് ergometrin and its dextro part is ergometrin. Water soluble ആണ് ergometrin, then ergometrinin. മനസ്സിലായോ? ഇനി വാട്ടർ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിനെന്ന് പറഞ്ഞു 6 പേരിനകത്ത് 3 ആയിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു. സോ വാട്ടർ ഇൻസോൾവ് ആണ് എർഗോട്ടമൈൻ, എർഗോടോക്സിൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? എർഗോട്ടമൈനും എർഗോടോക്സിനും. ഓക്കെ, എർഗോട്ടമൈൻ ആൻഡ് എർഗോടോക്സിൻ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ഇപ്പൊ മൈഗ്രാനിൽ ഈസി എന്നൊക്കെ പറയുന്ന ഡ്രഗ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. മൈഗ്രാനിൽ ഈസിക്കകത്ത് എന്താ ഉള്ളത്? മൈഗ്രാനിൽ ഈസി കണ്ടെയ്ൻ എർഗോട്ടമിൻ ഉള്ള ഏജന്റ് ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൈഗ്രെയിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് എർഗോട്ട് അല്ലെങ്കിൽ എർഗോമെട്രിൻ മാലിയേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓക്സിടോക്സിക് ആയിട്ട് ഉപയോഗിക്കും. വാട്ടർ സോലുബിൾ പാർട്ട് പറഞ്ഞില്ലേ, എർഗോമെട്രിൻ എൽഗോമെട്രിനിൻ എന്നൊക്കെ പറയുന്ന പാർട്ട് ഓക്സിടോക്സിക് ആയിട്ട് ഉപയോഗിക്കാം. ലേബർ പെയിൻ കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. എർഗോട്ടമീൻ അല്ലെങ്കിൽ എർഗോട്ടമീൻ ടാർട്രേറ്റ് ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും മൈഗ്രെയിനിൽ ഉപയോഗിക്കുന്നത്. സോ എർഗോമെട്രിൻ അല്ലെങ്കിൽ മീഥൈൽ എർഗോമെട്രിൻ എന്നൊക്കെ പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഒരു ഓക്സിടോക്സിക് ഏജന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വാട്ടർ സോലബിൾ വാട്ടർ ഇൻസോലബിളും ആയിട്ടുള്ള പാർട്ട് ഉണ്ട്. സോ നെക്സ്റ്റ് ഈസ് വൈറ്റമിൻസ്. വൈറ്റമിൻസിനകത്ത് വരുന്നതാണ് ഷാർക്ക് ലിവർ ഓയിൽ. ഷാർക്ക് ലിവർ ഓയിലിന് പറയുന്ന പേരാണ് ഒലിയം സെലക്കോയിഡ്സ്. ഓക്കെ, ഷാർക്ക് ലിവർ ഓയിലിനകത്ത് മെസ് ഉണ്ട്, സെലക്കോയിഡ്സിനകത്ത് മെസ് ഉണ്ട്. സോ സിനോണിം ആലോചിക്കാം, ഒലിയം സെലക്കോയിഡ്സ്. ഓക്കെ, ഒലിയം സെലക്കോയിഡ്സ് റിപ്പീറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. ടെൻഷൻ അടിക്കേണ്ട, ആദ്യം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ എന്ന് വെച്ച്. സോ ഷാർക്ക് ലിവർ ഓയിൽ ഈസ് ദ ഫിക്സ്ഡ് ഓയിൽ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫ്രഷ് അല്ലെങ്കിൽ കെയർഫുള്ളി പ്രിസർവ്ഡ് ലിവർ ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് ദ ഷാർക്ക്, മെയിൻലി ഹൈപ്പോപ്രയോൺ, ബ്രെവിറോസ്ട്രസ് ആൻഡ് ഗാലിയോറൈനസ് സയോപ്റ്ററസ്. ഓക്കെ, പേടിക്കണ്ട, എല്ലാം പുതിയ പേരുകൾ പോലെ തോന്നും, പേടിക്കണ്ട. ഷാർക്ക് ലിവർ ഓയിൽ എന്ന് പറയുന്നത് ഒലിയം സെലക്കോയിഡ്സ് എന്നാണ് സിനോണിം. എന്താണ്? ഒലിയം സെലക്കോയിഡ്സ്. ഒലിയം സെലക്കോയിഡ്സ് എന്നാണ് സിനോണിം വരുന്നത്. സോ ഷാർക്ക് ലിവർ ഓയിൽ എന്ന് പറയുന്നത് ദീസ് ആർ ഫിക്സ്ഡ് ഓയിൽസ്. പ്രധാനമായിട്ടും നമ്മൾ ഒന്നെങ്കിൽ ഫ്രഷ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഷാർക്ക് സ്പീഷീസ് നിന്ന് കിട്ടുന്നതാണ് ഷാർക്ക് ലിവർ ഓയിൽ. ഹൈപ്പോപ്രയോൺ, ബ്രെവിറോസ്ട്രസ് അല്ലെങ്കിൽ ഗാലിയോറൈനസ് സയോപ്റ്ററസ്. ഓക്കെ, സോ these are the hypoprion, brevirostrusum, ഈ ഗാലോറൈനസ് സയോപ്റ്ററസും ആണ് നമ്മുടെ രണ്ട് സ്പീഷീസ്. ഇത് മാത്രം ഒന്ന് പഠിച്ചേ ആദ്യമേ. ഹൈപ്പോപ്രയോൺ, ബ്രെവിറോസ്ട്രസ്,
HYPOPRION, hypoprion. Then breviro, BREVIROSTRIS, brevirostrus. Okay, hypoprion, brevirostrus species. Then Galeorhinus Cyopterus. ഈ രണ്ട് സ്പീഷീസിന്റെയും ഫ്രഷോ പ്രിസർവ്ഡോ ആയിട്ടുള്ള സ്പീഷീസിൽ നിന്നാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുക? ഫിക്സ്ഡ് ഓയിൽ ആയിട്ടുള്ള ഷാർക്ക് ലിവർ ഓയിൽ കിട്ടിയ. സോ സിനോണിം ആയിട്ടുള്ള ഒലിയം സെലക്കോയിഡ്സ് എന്ന് പറയുന്നത് ഏത് ഫാമിലിയാണ്? സക്കാർഹിഡേ. ഓക്കെ, CAR ഫാമിലി ഒന്ന് എഴുതി വെച്ചേ. CAR, CHA, Carcharhidae, CHARHIDAE. Okay, so shark liver oil എന്താണുള്ളത്? വൈറ്റമിൻ എ, പിന്നെ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ആൽക്കൈൽ ഗ്ലിസറോൾ ഉണ്ട്. Then additionally it contains squalene, then omega-3 fatty acids. സ്ക്വാലീനും omega-3 fatty acidsഉം രണ്ടും ഷാർക്ക് ലിവർ ഓയിൽ ഉണ്ട്. ഓക്കെ, സ്ക്വാലിൻ ആൻഡ് omega-3 fatty acids. Then വൈറ്റമിൻ എ. ഉപയോഗിക്കുന്ന വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കണ്ണിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് also known as anti-xerophthalmic factor and it is nutritive. ബേൺസിനും സൺബേണിനും ഒക്കെ ഷാർക്ക് ലിവർ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. സോ അടുത്ത വൈറ്റമിൻ ആണ് അംല. ഇന്നലെ ഞാൻ പറഞ്ഞു യൂഫോർബേസിയെ ഫാമിലി പറഞ്ഞു കാസ്റ്റർ ഓയിൽ പോലെ തന്നെ യൂഫോർബേസിയെ ഫാമിലി വരുന്നതാണ് അംല. ഇന്ത്യൻ ഗോസ്ബറി, അംലക്, ധാത്രി, എംബിലിക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് അംലയാണ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട് ഓഫ് പ്ലാന്റ്. Embolica officinalis belongs to the family Euphorbiaceae. So Embolica എന്നുള്ള വേർഡ് സിനോണിം ഉണ്ടെന്ന് അറിയാണെങ്കിൽ Embolica officinalis ഉണ്ടെന്ന് അറിയാൻ പാടൊന്നുമില്ലല്ലോ. So Embolica officinalis. Amla fruit is a natural source of vitamin C. യുടെ natural source ആണ്. 100 gram ഒരു ഫ്രഷ് പൾപ്പിൽ ഏകദേശം 600 മുതൽ 750 mg വരെ നമുക്ക് എന്ത് കിട്ടും? അംലയുടെ കണ്ടന്റ്, അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള അംല കണ്ടന്റ്സ് 100 gram ഫ്രഷ് പൾപ്പിൽ നമുക്ക് ഏകദേശം 600 മുതൽ 750 വരെ ഉണ്ടായിരിക്കും. Then fat, phylembin and tannin also there. Also it contains phosphorus, iron and calcium. Okay, it also contains appreciable amount of pectin, also used as a diuretic, refrigerant and laxative, also used in diarrhea and dysentery. Diarrhea, dysentery ക്ക് ഉപയോഗിക്കാം. ഡയൂററ്റിക് ആയിട്ടും ലാക്സേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അംല ഉപയോഗിക്കാം. ഓക്കെ, സോ ഡയറിയ, ഡിസെൻട്രി, diuretic, laxative and refrigerant. Even though vitamins സ്റ്റഡിയിലാണ് നമ്മൾ പഠിക്കുന്നെങ്കിലും ഇത്രയും ക്വാളിറ്റീസ് കാണിക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് പെർഫ്യൂംസ് ആൻഡ് ഫ്ലേവറിംഗ് ഏജന്റ്. സോ പെർഫ്യൂംസിന്റെ അകത്ത് വരുന്ന പെപ്പർമിന്റ് ഓയിൽ. പെപ്പർമിന്റ് എന്താ? മിന്റ് എന്താ? മിന്റ് പുതിന അല്ലേ? പുതിന. സോ പെപ്പർമിന്റ് ഓയിലിനകത്ത് ഒലിയം മെന്ത, പൈപ്പറീറ്റ, കോൾപെർമിന്റ്, മെന്ത ഓയിൽ ഇത്രയും വരാറുണ്ട്. This oil is obtained by steam distillation of the fresh flowering tops of the plant, Mentha piperita. Biological source എന്താ? മെന്തോൾ കിട്ടാൻ വേണ്ടി Mentha piperita. Mentha piperita steam distillation ആണ് കിട്ടുന്നത്. Belongs to the family Labiataceae. So Labiataceae, തുളസി ഒക്കെ Labiataceae family ആട്ടോ. So chiefly L-menthol, menthanol, menthofuran, jasmine, methyl isovalerate, methyl acetate, several other terpene derivatives, L-limonene, isopulegol, cinnalon, pinene, camphene. ഇത്രയും സാധനങ്ങൾ ഉണ്ട്. മെന്തനോണും മെന്തോഫ്യൂറാനും ജാസ്മോണും മെന്തൈൽ ഐസോവാലറേറ്റും മെന്തൈൽ അസറ്റേറ്റും terpene derivatives, L-limonene, then isopulegol, cinnalon, pinene, camphene. Okay, so പുതിന നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാ? കാർമിനേറ്റീവ്, സ്റ്റിമുലന്റ്, ഫ്ലേവറിംഗ് ഏജന്റ്, ആന്റി സ്പാസ്മോട്ടിക് ഏജന്റ് ആണ്, സ്മൂത്ത് മസിൽ റിലാക്സന്റ് ആണ്, മൈൽഡ് ആന്റിസെപ്റ്റിക് ആണ്. ഓക്കെ,
സോ പെപ്പർമിന്റ് ഓയിൽ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ലെമൺ ഓയിൽ. ലെമൺ ഓയിൽ എന്താ നമ്മൾ പഠിച്ചു നേരത്തെ, കോർട്ടെക്സ് ലിമോണിസ്. നേരത്തെ ഞാൻ പറഞ്ഞതാ, കോർട്ടെക്സ് ലിമോൺ, LIMONIS, കോർട്ടെക്സ് ലിമോണിസ്. സോ ലെമൺ പീൽ എന്ന് പറയുന്നത് എന്താണ്, ഔട്ടർ മോസ്റ്റ് അല്ലെ, ഏറ്റവും പുറമേ ഉള്ള തൊലിയാണ്. ഇറ്റ് ഈസ് ദ പെരികാർപ്പ് ഓഫ് ദ ഫ്രൂട്ട്, അല്ലെങ്കിൽ ഏകദേശം പഴുക്കാറായ ഫ്രൂട്ട് ആണ്. It belongs to the family Citrus limonis and belongs to the family Rutaceae. Citrus limonis belongs to the family Rutaceae. Cortex limonis. So lemon peel എന്ന് പറയുന്നത്, it contains the volatile oil. 2 മുതൽ 4% വരെ volatile oil ഉണ്ട്. Then this peel also contain hesperidine, pectin, calcium oxalate and bitter substances. Okay, so കുറച്ചു നേരം കഴിയുമ്പോൾ നാരങ്ങ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാറുണ്ട്. That is because of this bitter substance. Other than that, hesperidine, pectin, calcium oxalate. Carminative ആണ്, stimulant ആണ്, flavoring ആണ്, perfuming ആണ്, and also used in the extraction of pectin and volatile oil. Okay, so next is orange oil. Orange എന്താ, orange cortex ആയിരിക്കും അല്ലെ കിട്ടുന്നത്. സോ മറ്റടുത്ത കോർട്ടെക്സ് ലിമോണിസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കിട്ടിയ സോഴ്സ് സിട്രസ് ലിമോണിസ്. ഇവിടെ ഓറഞ്ച് കോർട്ടെക്സ് ബിലോങ്സ് ടു ദ ഫാമിലി റൂട്ടേസിയെ. രണ്ടും ഒരേ ഫാമിലിയാ. റൂട്ടേസിയെ ഇസ് ദ ഫാമിലി. സിട്രസ് ഔറാൻഡിയം, ഓറഞ്ചും ലെമണും റൂട്ടേസിയെ ആണ്. സിട്രസ് ഔറാൻഡിയം എന്നാണ് ബയോളജിക്കൽ സോഴ്സിന്റെ പേര്. മറ്റേതുപോലെ തന്നെ പുറംതൊലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ വോളറ്റൈൽ ഓയിൽ രണ്ടിന്റെ അകത്തും, ലെമണിന്റെ അകത്തും ഓറഞ്ചിന്റെ അകത്തും ലെമോണിൻ ഉണ്ടാകും ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് ആൽഡിഹൈഡ്സ്. ദെൻ ലെമണിന്റെ അകത്ത് ജീറൈൽ അസറ്റേറ്റും ടെർമിനോളും ഉണ്ട്. ഓറഞ്ചിന്റെ അകത്ത് സിട്രണലാലും ഉണ്ട്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദ വോളറ്റൈൽ ഓയിൽ ഓൾസോ കണ്ടെയ്ൻ ഹെസ്പിരിഡിൻ, ഐസോഹെസ്പിരിഡിൻ, neohesperidine, vitamin C and pectin. It is a stomachic, aromatic, carminative, flavoring agent and also used in the extraction of pectin. Okay, so pectinum volatile oil ന്റെ extraction വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓറഞ്ച് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത് ലെമൺ ഗ്രാസ് ഓയിൽ അല്ലെങ്കിൽ പുതിന അല്ലെങ്കിൽ പുൽത്തൈലം എന്നൊക്കെ പറയില്ല, അതാണ് ഓറഞ്ച് ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയുന്നത്. അതാണ് എന്തിനാ ഉപയോഗിക്കുന്നത്, ഫ്ലേവറിങ്ങിനും പെർഫ്യൂമിങ്ങിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അതായത് എന്താ പറയാ, നമ്മളിപ്പോ ഒരു സ്മെല്ല് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ഗ്രാസ് ഓയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് എംപ്ലോയ്ഡ് ആസ് എ സോഴ്സ് ഓഫ് സിട്രാൻ. എംപ്ലോയ്ഡ് ആസ് എ സോഴ്സ് ഓഫ് സിട്രാൻ ഫോം വിച്ച് ബീറ്റ അയോണിൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ആൻഡ് ബീറ്റ അയോണിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ്, വൈറ്റമിൻ എ. ഓക്കെ, സോ ലെമൺ ഗ്രാസ് ഓയിലിന്റെ മറ്റ് സിനോണിമുകൾ എന്താണ്, ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് ഓയിൽ, ഇന്ത്യൻ മെലീസ ഓയിൽ. ഓക്കെ, സോ ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ ഓയിൽ ആണ്, വിച്ച് വി ആർ ഒബ്റ്റൈൻഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ. എവിടെയൊക്കെയാണ്, ലീഫ് ആൻഡ് ഏരിയൽ പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ചിംപോഗൻ, ഫ്ലെക്സുവസ്, ചിംപോഗൻ, സിട്രിയാറ്റസ് ബിലോങ് ടു ദ ഫാമിലി ഗ്രാമിനി. സോ ഗ്രാമിനെ കിട്ടിയ വേറൊരു പ്ലാന്റും ഒരു സ്പീഷീസും കൂടെ പറഞ്ഞേ, ഗ്രാമിനെ നമ്മൾ നേരത്തെ ഗ്രാമിനെ വേറെ എവിടെയാ പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്കി. ഗ്രാമിനെ പറഞ്ഞല്ലോ, എവിടെയായിരുന്നു ഗ്രാമിനെ പറഞ്ഞത്? ഫംഗസിനെ ഗ്രോ ചെയ്തെടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഫംഗസിനെ ഗ്രോ ചെയ്യുന്നു. സോ അത് എവിടെയായിരുന്നു, എർഗോട്ട് അല്ലെ, എർഗോട്ട് ബിലോങ്സ് ടു ഫാമിലി ഗ്രാമിനെ. അതേപോലെ ലെമൺ ഗ്രാസ് ഓയിൽ ഗ്രാമിനെ ആണ്. Okay. Last one. Sandalwood. Okay. So Campobogan flexusum, Campobogan citratusum. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Then sandalwood oil. നമ്മള് മറ്റേ നമ്മുടെ കട്ടേച്ചു, ബ്ലാക്ക് കട്ടേച്ചുവിന് ശേഷം ഹാർട്ട് വുഡ് എടുക്കുന്നത് സാൻഡൽവുഡിൽ നിന്നാണ്. ബിലോങ്സ് ടു ദ ഫാമിലി സാൻഡലേസിയെ പഠിക്കാൻ എളുപ്പം ആകണമെങ്കിൽ അതിന്റെ ബയോളജിക്കൽ സോഴ്സ് അറിയണം. സാൻഡലം ആൽബം.
Okay, Santalum album belongs to the family Santal ACA. Oil of sandal contain 95% of sesquiterpene alcohol, alpha sandalol, beta sandalol. Okay, and additionally aldehyde sandalol, santine, santonin, terisantol, santalone, santalene. ഇത്രയും വസ്തുക്കളുണ്ട്. That it is also used in the treatment of dysuria, and frequency of micturition will be more. Tuberculosis of bladder use ചെയ്യാറുണ്ട്, and also we will use this as a perfume. Okay, ഇത്രയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അയ്യോ സോറി, ഞാൻ സ്ലൈഡ് മൂവ് ചെയ്തില്ലായിരുന്നു അല്ലെ. എനിക്ക് അറിയാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. സോ സാൻഡൽവുഡിനകത്ത് ഡിസ്യൂറിയ, മിക്ചുറേഷന്റെ പ്രോബ്ലം, ഗോൾ ബ്ലാഡറിലുള്ള ബ്ലാഡറിലുള്ള ട്യൂബർകുലോസിസ്, ആൻഡ് ഓൾസോ യൂസ്ഡ് ആസ് എ പെർഫ്യൂം. രണ്ട് ഡ്രഗ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഹാർട്ട്വുഡ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് കട്ടേച്ചു ആൻഡ് സാൻഡൽവുഡ്. ഓക്കെ, സോ ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കുക. ഇന്നലെ പഠിച്ച അത്രയും ഇന്ന് റിവൈസ് ചെയ്തോ നിങ്ങള്? ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നേന്ന് പറയാം കേട്ടോ. ഇന്ന് നമ്മൾ 7 പേജാണ് പഠിച്ചത്. 7 പേജ് എന്ന് പറഞ്ഞാൽ 9 ചാപ്റ്റർ പഠിച്ചു തീർന്നു എന്നാണ് അർത്ഥം കേട്ടോ. ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ച ബ്ലാക്ക് കട്ടേച്ചു. എല്ലാവരും ഒന്ന് നിങ്ങൾ എഴുതിയെടുത്തോ, ഒന്ന് എടുത്തേ. So first one is black catechu and pale catechu. രണ്ടും ആസ്ട്രിജനിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. കട്ട, കച്ച്, കതിർ, catechu എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. It consists of dried aqueous extract prepared from the hardwood of Acacia catechu അല്ലെങ്കിൽ Acacia chundra. Belongs to the family Leguminosae. 10% അക്ക കാറ്റേച്ചിൻ എന്തായിട്ട് മാറും? ഓക്സിഡേഷൻ നടന്നിട്ട് കാറ്റച്ചു ടാനിക് ആസിഡ് ആയിട്ട് മാറും. പിന്നീട് ബ്ലാക്ക് കട്ടേച്ചുവിലുള്ള കണ്ടന്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. കട്ടേച്ചു റെഡ്, ക്വാർസെട്രിൻ, ഗം ആൻഡ് ക്വാർസെട്രിൻ. ആൻഡ് കത്ത ഈസ് എൻ ആസ്ട്രീജൻ. നമ്മൾ എക്സ്റ്റേണലി ബോയിൽസിനും സ്കിൻ എറപ്ഷൻസിനും ഒക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ കഫും ഡയറിയയിലും ഒക്കെ ഉപയോഗിക്കും. ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി കൂൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. പക്ഷെ കച്ച് എന്ന് പറയുന്നത് മെഡിസിനിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഡൈയിങ്ങിനും കളറിങ്ങിനും വാട്ടർ സോഫ്റ്റനിങ്ങിനൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി ബ്ലാക്ക് കട്ടേച്ചുവിൽ നമുക്ക് ക്ലോറോഫിൽ ഇല്ല, പക്ഷെ പെയിൽ കട്ടേച്ചുവിൽ നമുക്ക് ഗാംബിയർ ഫ്ലൂറസീന്റെ പ്രസൻസ് കാണാൻ പറ്റാറുണ്ട്. വാട്ട് ഇസ് പെയിൽ കട്ടേച്ചു? രണ്ടും കണ്ടൻസ്ഡ് ടാനിൻസ് ആണ്. ഓക്കെ, ഗാംബർ കട്ടേച്ചു എന്നൊക്കെ അറിയപ്പെടുന്ന പെയിൽ കട്ടേച്ചു ആണ്. ഡ്രൈഡ് അക്വസ് എക്സ്ട്രാക്ട് ഓഫ് ദ ലീവ്സ് ആൻഡ് യങ് ഷൂട്ട്സ് ഓഫ് അൺകാരിയ ഗാംബർ റോക്സ്ബർഗ്. എന്താണ് Uncaria gamba roxburgh belong to the family Rubiaceae. Okay, so ഇതിനകത്തും catechin ഉണ്ട്. Catechin will be converted to catechu tannic acid അല്ലെങ്കിൽ catechu red. It also contain quercetin അല്ലെങ്കിൽ ഗാംബർ ഫ്ലൂറസിൻ. ആസ്ട്രിജന്റ് ആയിട്ടും ഡയറിയയ്ക്കും ലോക്കൽ ആസ്ട്രിജന്റ് ആയിട്ടും ലോസഞ്ചസ് ഫോമിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? കട്ടേച്ചു ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ CNS. ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ഹയോസാമസ് ആൻഡ് ബെലഡോണ. ബോത്ത് ബിലോങ്സ് ടു ദ ഫാമിലി സൊളനേസിയെ. ഹയോസാമസിന്റെ മറ്റൊരു പേരാണ് ഹെൻബെയിൻ. ബെലഡോണയുടെ മറ്റൊരു പേരാണ് നെറ്റ്ലി നൈറ്റ്ഷെയ്ഡ്. ഹയോസാമസും ബെലഡോണയും രണ്ടേയും ട്രോപ്പെയിൻ ആൽക്കലോയിഡ് ആണ്. ഹയോസാമസ് കണ്ടെയ്ൻ ഡ്രൈഡ് ലീഫ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് ടോപ്പ് ഓഫ് ഹയോസാമസ് നൈഗർ ഓഫ് ദ ഫാമിലി സൊളാനേസിയെ. പ്രിൻസിപ്പൽ ആൽക്കലോയിഡ് എന്തൊക്കെയാണ്? എൽ ഹയോസാമൈൻ, അട്രോപ്പിൻ, ഹയോസിൻ. ഇത് അട്രോപ്പിനും ഹയോസിനും കുറച്ച് എമൗണ്ടിലേ ഉള്ളൂ. ഓക്കെ, പ്രിൻസിപ്പൽ ആൽക്കലോയിഡ് എന്താണ്? എൽ ഹയോസാമൈൻ. ആൻഡ് ആൽക്കലോയിഡ് പെർസെന്റേജ് എന്ന് പറയുന്നത് കൂടുതലും പെറ്റിയോളിലാണ് ഉള്ളത്. ആൻഡ് ഇറ്റ് വിൽ റിലീവ് ദ സ്പാസം ഓഫ് യൂറിനറി ട്രാക്ട്. സെഡേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആന്റി കോളിനോജിക്ക, സോ സലൈവറി സെക്രീഷൻസ് ചെക്ക് ചെയ്യാനും എക്സ്പെക്ടോറന്റ് ആയിട്ടും ആന്റി സ്പാസ്മോഡിക്കും ആയിട്ടൊക്കെ ആക്ട് ചെയ്യും. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ബെലഡോണയും ഹയോസാമസും രണ്ടും ട്രോപ്പെയിൻ ആൽക്കലോയിഡ് ആണ്. രണ്ടും എന്താണ്? belongs to the family Solanaceae. So belladonna deadly nightshade, Atropa belladonna and
അട്രോപ്പ അക്യുമിനേറ്റ, ഈ രണ്ട് സ്പീഷീസ് ആണ് നമുക്ക് കിട്ടുക. അട്രോപ്പ ബെർഡോണ യൂറോപ്പിയൻ എന്നും അട്രോപ്പ അക്യുമിനേറ്റ നമ്മുടെ ഇന്ത്യൻ എന്നുമാണ് അറിയപ്പെടുന്നത്. ദെൻ ഡ്രൈഡ് ലീഫ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് എട്രോപ്പ ബെർഡോണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ടോട്ടൽ ആൽക്കലോയിഡ് കണ്ടന്റ് ഓഫ് ദ ഡ്രഗ് എന്ന് പറയുന്നത് 0.4 to 1% ആണ്. മേജർ ആൽക്കലോയിഡ് L-hyoscyamine, atropine. Also it contains belladonna, hyoscine, pyridine, N-methyl pyrrolidine and scopolamine and ഒരു ഫ്ലൂറസീൻ സബ്സ്റ്റൻസിന്റെ പ്രസൻസ് കാണാം. രണ്ടും ആന്റി കോളിനർജിക് ഏജന്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് അക്കോനൈറ്റ്. അക്കോനൈറ്റും CNS ആക്ട് ചെയ്യുന്നതാണ്. ഡൈടർപ്പീൻ ആൽക്കലോയിഡ് ആണ്, റൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ട് പുതിയ പേരുകളുണ്ട്, മോങ്ഷൂഡും അക്കോനൈറ്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഈ സൊലാനേസിയ ഫാമിലിയിലായിരുന്നു ഹെൻബെയിനും നമ്മുടെ ഡെഡ്ലി നൈറ്റ് ഷെയ്ഡും വന്നത് അല്ലെ. ഇത് പുതിയ അക്കോനൈറ്റ് എന്ന് പറയുന്ന മോങ്ഷൂഡ് എന്ന് പറയുന്ന സാധനം റൂട്ടാണ്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡ്രൈഡ് റൂട്ട് ഓഫ് അക്കോനിറ്റം നപ്പലസ് ഫാമിലി എന്നാണ് റനൻകുലേസിയെ. കണ്ടന്റ് അക്കോനിറ്റിക്, ഹൈപ്പോ അക്കോനിറ്റിക്, നിയോപെലിൻ, നാപെലിൻ, നിയോലിൻ. Traces of spartine and ephedrine are also there. Aconitic acid, succinic acid, starch ഉണ്ടായിരിക്കും. അക്കോനൈറ്റ് rheumatism, inflammation, neuralgia, sciatica, analgesic and cardiac depressant. Next one is ashwagandha. It is a steroidal alkaloid. വിതാനിയ റൂട്ട്, വിന്റർ ചെറി എന്നൊക്കെ അശ്വഗന്ധ അറിയപ്പെടാറുണ്ട്. അശ്വഗന്ധയുടെ റൂട്ടും സ്റ്റെം ബേസും എടുക്കാറുണ്ട്. ഫാമിലി സൊലാനേസിയെ. ബയോളജിക്കൽ സോഴ്സ് വിതാനിയ സോംനിഫറ. മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണ്, ആൽക്കലോയിഡ്സ് ഓഫ് സ്റ്റിറോയിഡൽ ലാക്ടോൺസ് ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, ആൽക്കലോയിഡും സ്റ്റിറോയിഡൽ ലാക്ടോൺസും. സോ വിതാനിൻ കിട്ടാറുണ്ട്, വിതനോലൈഡ്, വിദാഫറിൻ, വിതനോലൈഡ് ഒക്കെ ഉണ്ട്. സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്, ഇമ്മ്യൂണോ മോഡുലേറ്ററി ഏജന്റ് ആൻഡ് റുമാറ്റിസം, ഗൗട്ട്, സെക്സ് സ്റ്റിമുലന്റ്, റെജുവിനേറ്റർ ആയിട്ടൊക്കെ ആര് ആക്ട് ചെയ്യാറുണ്ട്, അശ്വഗന്ധ. നെക്സ്റ്റ് വൺ is ephedra. Ephedra is also called as amma, who belongs to the family. എഫിഡ്രയുടെ പേര് ആദ്യം മനസ്സിലാക്കണം. എഫിഡ്ര ജെറാർഡിയാന അല്ലെങ്കിൽ നെബ്രോഡെൻസസ്. സോ ജെറാർഡിയാന നെക്ടേസിയെ ആൻഡ് എഫിഡ്രേസിയെ. യങ് സ്റ്റെം ആണ് എടുക്കുന്നത്. എഫിഡ്രിൻ, നോൺ എഫിഡ്രിൻ, എൻ-മീഥൈൽ എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ ഒക്കെ നമുക്ക് മേജർ ആൽക്കലോയിഡ് ആയിട്ട് കിട്ടാറുണ്ട്. സിംപതോമിമെറ്റിക് ആണ്. എഫിഡ്രിൻ ആസ്മയിൽ ഉപയോഗിക്കാറുണ്ട് ആസ് ബ്രോങ്കോഡൈലേറ്റർ, ദെൻ യൂസ്ഡ് ആസ് ഹേ ഫീവറിലും ഹൈപ്പർ ടെൻഷനിലും. ഒപ്പിയം എന്തായിരുന്നു, കറുപ്പ് എന്ന് പറയും. ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് ആണ്. റോ ഒപ്പിയം കറയാനെടുക്കുക. ലാറ്റക്സ് ബൈ putting some incision on unripe capsules of Papaver somnifera, belongs to family Papaveraceae. ഓക്കെ, ഒപ്പിയം ആൽക്കലോയിഡ് രണ്ടായിട്ടാണ് ഉണ്ടാവുക. ബെൻസൈൽ ഐസോക്വിനോളിൻ ടൈപ്പും ഫിനാന്തറിൻ ടൈപ്പും. ബെൻസൈൽ ഐസോക്വിനോളിനാണ് നോസ്കാപ്പൈൻ അല്ലെങ്കിൽ നാർക്കോട്ടിൻ അല്ലെങ്കിൽ നാർസിൻ. ഫിനാന്ത്രിൻ ആണ് മോർഫിൻ, കൊഡീൻ ആൻഡ് തിബൈൻ. അനാൽജസിക്, സെഡേറ്റീവ്, ഹിപ്നോട്ടിക്, ദെൻ റെസ്പിറേറ്ററി ഡിപ്രഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം തരും. കൊഡീൻ ഒരു ആന്റി ടസീവ് ആണ്. പപ്പാവറിൻ എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് മസിൽ റിലാക്സന്റും ആണ്. കന്നാബിസ്, ഗഞ്ച, കന്നാബിസ് ഇൻഡിക്ക, ഇന്ത്യൻ ഹെബ് എന്നൊക്കെ പറയുന്നത് കന്നാബിസ് ആണ്. റെസിൻ ആണ്. ഫ്ലവറിംഗ് ടോപ്പ് ഓഫ് ഫീമെയിൽ പ്ലാന്റ് അടുപ്പ് എടുക്കുന്നത്. ഓഫ് ദ ബയോളജിക്കൽ സോഴ്സ് എന്തായിരുന്നു, കന്നാബിസ് സറ്റൈവ. കന്നാബിസ് സറ്റൈവ. Then family Cannabinaceae contains 15-20% of major principal tetrahydrocannabinol. Resin also contain cannabinol, cannabidinol, cannabidinolic acid. Okay, narcotic, sedative, analgesic. Little drug is used for intoxication, euphoria, mental disturbance. Okay, ചെറുതായിട്ട് cannabis കൊണ്ട് ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് നക്സ്മോമിക്ക, ക്രോഫിക്, സെമൻ, സ്ട്രിച്നി, നക്സ്മോമിക്ക സീഡ് എന്നൊക്കെ പറയും. ഡ്രൈഡ് സീഡ് ഓഫ് സ്ട്രച്നസ് നക്സ്മോമിക്ക, ലൊഗാനേസിയെ. ചീഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് സ്ട്രച്നിൻ, ബ്രൂസിൻ, കണ്ടെയ്ൻ ഗ്ലൈക്കോസൈഡ്സ് ലൈക്ക് ലൊഗാനിൻ, ക്ലോറോജനിക് ആസിഡ് ആൻഡ് ഫിക്സ്ഡ് ഓയിൽ. Okay, cardiac stimulant, respiratory stimulant, bitter stomachic tonic, brucine for denaturating alcohol അല്ലെങ്കിൽ inedible fats. Brucine ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, it is used as dog poison. ഓർമ്മയുണ്ടോ? The next one is Ravolfia, indole alkaloid, Sarpagandha, rhizome അല്ലെങ്കിൽ root of Ravolfia serpentina, family Apocynaceae.
റവോൾഫി പഠിക്കുമ്പോഴേ ആദ്യം ഫാമിലി പഠിച്ചിട്ട് ബാക്കി പഠിച്ചാൽ മതി. അപ്പോസൈനേസിയെ ഇമ്പോർട്ടന്റ് ആൽക്കലോയിഡ് റെസർപൈൻ ആണ്. ദെൻ അജ്മാലിൻ, അജ്മാലിസിൻ, റെസിനാമൈഡ്, റെസർപൈൻ, യോഹിംബീൻ, സർപ്പന്റൈൻ, സർപ്പന്റിനീൻ ഒക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, അജ്മാലിസി സർക്കുലേറ്ററി ഡിസീസസ് യൂസ് ചെയ്യും. ആന്റി ഡിസെൻട്രിക് എപ്പികാക്കിന് ഐസോഫിനോളിൻ ആൽക്കലോയിഡ് ആണ് എപ്പികാക്ക്. ഡ്രൈഡ് റൂട്ട് റൈസോം ഓഫ് സെഫാലിസ് എപ്പികാക്ക് അല്ലെങ്കിൽ സെഫാലിസ് അക്യുമിനാറ്റ ബിലോങ്സ് ടു ദ ഫാമിലി റൂബിയേസി. ഓക്കെ, അപ്പം ഞാൻ റുബിയേസിയെ വരുന്ന വേറൊരു ഫാമിലിയും കൂടെ നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ് റുബിയേസിയെ കൂടെ വരുന്ന വേറൊരു ഫാമിലി? പെയിൽ കട്ടേച്ചു, മറക്കാതെ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, പെയിൽ കട്ടേച്ചു ആണ് റുബിയേസിയെ ഫാമിലിയിൽ വരുന്ന വേറൊരു പ്ലാന്റ്. ഓക്കെ, ദെൻ എപ്പികാക്കിനകത്ത് എമിറ്റിൻ, സെഫാലിൻ, സൈക്കോട്ടിൻ, നോമീഥൈൽ സൈക്കോട്ടിൻ, എമിറ്റാമിൻ ഉണ്ട്. എപ്പികാക്ക് ഒരു എക്സ്പാക്ടോറന്റ്, എമിറ്റിക്, ആന്റി പ്രോട്ടോസോമൽ, ഡിസെൻട്രിയിലൊക്കെ ഉപയോഗിക്കാം. നെക്സ്റ്റ് ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസെൻട്രിൻ, ബെൻസോയിൻ, സുമാട്ര, ബെൻസോയിൻ ലോബാൻ, ബെൻസാമിക് റെസിൻ ഓഫ് സ്റ്റൈറക്സ് ബെൻസോയിൻ അല്ലെങ്കിൽ സ്റ്റൈറക്സ്, പാരലോന്യൂറസ്, സുമാട്ര ബെൻസോയിൻ എന്നും സ്റ്റൈറസ് സ്റ്റോൺ കൈനസിസ് എന്നും സയാം ബെൻസോയിനും ഒക്കെ അവൈലബിൾ ആണ്. ബെൻസോയിക് ആസിഡ് ഉണ്ട്, സിനമിക് ആസിഡ് ഉണ്ട്, ട്രൈ ടർപ്പിനോയിഡിക് ആസിഡ്, സുമാറസിനോളിക് അല്ലെങ്കിൽ സയാറസിനോളിക് ആസിഡ്സ് എല്ലാം ഉണ്ട്. ദെൻ സ്റ്റൈറോൾ, വാനിലിൻ, ഫീനൈൽ, പ്രൊപ്പൈൽ, സിനമേറ്റ് എല്ലാം അതിന് ഉണ്ടായിരുന്നു. ദെൻ ഇറിറ്റേറ്റിംഗ് എക്സ്പെക്ടോറന്റ് ആണ്, കാർമിനേറ്റീവ് ആണ്, ഡയൂററ്റിക് ആണ്, antiseptic, protective, used in the form of compound tincture of benzoyl, inhalation, upper respiratory tract infections നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ബെൻസോയിൻ കൊടുക്കാറുണ്ട്. belongs to family Styraceae. Next is myrrh, gummer, bolmer എന്നൊക്കെ അറിയപ്പെടും. Myrrhizin, Oleogum resin obtained from Commiphora molmol. Other species of Commiphora species മിറിന്റെ ഫാമിലിയാണ് ബുർസിറ്റേസിയെ. സോ ബുർസറേസിയയിൽ എന്തൊക്കെയുണ്ട്? ഓയിലും ഗമ്മ റെസിനും. ഓയിൽ 10, ഗം 60, റെസിൻ 40. കോമിഫോറിക് ആസിഡ് ആൽഫ ബീറ്റ ഗാമ കോമിഫോറിക് ആസിഡും അവൈലബിൾ ആണ്. സ്റ്റിമുലന്റ് ആണ്, ആന്റിസെപ്റ്റിക്, ആസ്ട്രിജന്റ്. നീമ, മർഗോസ ഓയിൽ, നീം ഓയിൽ, അസിഡിരാജ്ത ഇൻഡിക്ക വിച്ച് കണ്ടെയ്ൻ അസിരാജ്തിൻ, നിംബിമോൾ, നിംബിസ്റ്റിറോൾ ഒക്കെ അവൈലബിൾ ആണ്. പെസ്റ്റിസൈഡ്, മാൻലിവറൽ ആക്ടിവിറ്റി. കുർക്കുമ ലോകം, സിഞ്ചിബറേസിയ, ഇന്ത്യൻ സാഫ്രോൺ, കുർക്കുമ, ടർമറിക്, ഹാൽദി, ഹരിദ്ര എന്നൊക്കെ അറിയപ്പെടും. വോളറ്റൈൽ ഓയിൽ, റെസിൻ, അബണ്ടന്റ്, ജിഞ്ചിബറേസിയ, സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ട് വിച്ച് കണ്ടെയ്ൻ കുർക്കുമിനോയിഡ്സും അതിൻ്റെ അകത്ത്. Okay, curcuminoids are also there. Then spice ആയിട്ട് ഉപയോഗിക്കും. ആന്റിസെപ്റ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എല്ലാം കാണിക്കാറുണ്ട്. ഓക്കെ, നീമിന്റെ ഫാമിലി മറക്കല്ലേ, മെലിയേസിയെ. ഓക്കെ, മെലിയേസിയ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഓക്സിടോക്സിക്, ദാറ്റ് ഇസ് എർഗോട്ട്, ഇൻഡോൾ ആൽക്കലോയിഡ് ആയിട്ടുള്ള എർഗോട്ട്. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഒരു ഫംഗസിനെ, ക്ലാവിസെപ്സ് പെർഫ്യൂരിയനെ നമ്മൾ റൈറ്റ് പ്ലാന്റിന്റെ ഓവറിൽ ഗ്രോ ചെയ്യാൻ അനുവദിക്കും. എന്നിട്ട് അതാണ് നമ്മൾ അതിനെ ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഡൈസാർജിക് ആസിഡ് കിട്ടും. 6 ഫോം ഉണ്ടെങ്കിൽ 2 ഡിവൈഡ് ചെയ്യാം. വാട്ടർ സോളിബിളും വാട്ടർ ഇൻസോളിബിളും. വാട്ടർ സോളിബിൾ ആണ് ആക്റ്റീവ്, വാട്ടർ ഇൻസോളിബിൾ ഇനേർട്ട് ആണ്. ദാറ്റ് മീൻ ലീവോ അല്ലെങ്കിൽ ഡെക്സ്ട്രോ. ലീവോ ഫോമും ഡെക്സ്ട്രോ ഫോമും അവൈലബിൾ ആണ്. ലീവോ ഫോം ആക്റ്റീവും ഡെക്സ്ട്രോ ഫോം ഇനാക്റ്റീവ് ആ. വാട്ടർ സോളിബിളും വാട്ടർ ഇൻസോളിബിളും ഉണ്ട്. സോളിബിൾ പാർട്ട് നമ്മൾ പെയിനൊക്കെ, മൈഗ്രെയിൻ പോലുള്ള സാധനത്തിന്. ദെൻ വാട്ടർ ഇൻസോളിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുക? സോറി, വാട്ടർ സോളിബിൾ ആയിട്ടുള്ള മൈഗ്രെയിനും വാട്ടർ ഇൻസോളിബിൾ ആയിട്ടുള്ളതിന് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? We will use it as stimulant. Okay. The next one is vitamin, shark liver oil, amla. Shark liver oil belongs to family. ഏതാണ് ഫാമിലി? ഏതായിരുന്നു? ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ, മറന്നോ നിങ്ങള്? ഫാമിലി Carcardaceae. Then belongs to family Euphorbiaceae. From Umbilica officinalis. Shark liver oil നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ എ ആണ്. ആന്റി സിറോതാൽമിക് ഫാക്ടർ എന്ന് പറയുന്ന വൈറ്റമിൻ എ obtained from shark liver oil. Hypopriol, Brevirostrisum, Galliorinus, Cyopterus one of the source. Amla Euphorbiaceae, rich source of phosphorus, iron and calcium.
Okay, then a perfume and a flavoring agent, peppermint oil, lemon oil, Molia mentha, piper mentha, colpermint, menthol oil ഒക്കെ അതിന്റെ ഫാമിലിയാണ്. പെപ്പർമെന്റ് ഓയിൽ, മെന്ത, പൈപ്പറീറ്റ് ബിലോങ്സ് ടു ഫാമിലി ലാബിയേറ്റിയെ. മെന്തോൾ എന്ന് ആലോചിക്കുക, പെപ്പർമെന്റ് അപ്പൊ തുളസിയൊക്കെ ലാബിയേറ്റി ആണെന്ന് കിട്ടും. ഓക്കെ, മെന്തോൾ ഉണ്ട്, ജാസ്മോൺ ഉണ്ട്, മെന്തോഫാൻ ഉണ്ട്, മെന്തൈൽ ഐസോ വാലിയറേറ്റ് ഉണ്ട്, മെന്തൈൽ അസറ്റേറ്റ് ഉണ്ട്, then terpene, L, limonene, iso, പുലിഗോൺ, സിനനോൺ, പിനീൻ, കാംഫീൻ ഒക്കെ അവൈലബിൾ ആണ്. കാർബണേറ്റീവ് സ്റ്റിമുലന്റ് ആൻഡ് ഫ്ലേവറിംഗ് ഏജന്റ്. ലെമൺ, റൂട്ട് ACA ഫാമിലി, volatile oil കിട്ടും, ഹെസ്പിരിഡീൻ ആൻഡ് പെക്റ്റിൻ, കാർബണേറ്റീവ് സ്റ്റിമുലന്റ് ആൻഡ് ഫ്ലേവറിംഗ്. ഓറഞ്ച് ഓയിൽ നമുക്ക് കിട്ടുന്ന എവിടുന്നായിരുന്നു? സിട്രസ് ഔറാൻഡിയം ആണ്. സിട്രസ് ലെമോണിസ് രണ്ടും റൂട്ട് ACA ഫാമിലി, ലെമോണിൻ കണ്ടന്റ് ആയിട്ടുണ്ട്, സിട്രണിലുണ്ട്. ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ലെമൺ ഗ്രാസ് ഓയിൽ എന്തായിരുന്നു? പുൽത്തൈൽ, ഗ്രാമിനെ ഫാമിലി ആണ്. Then citral content ഉണ്ട്, ഫ്ലേവറിംഗ് ഏജന്റ്, പെർഫ്യൂം, സോഴ്സ് ഓഫ് സിട്രൽ. സാൻഡൽവുഡ് ഹാർഡ്വുഡ് ആണ്, സാൻഡൽ ACA, ആൽഫ സാൻഡലോളും ബീറ്റാ സാൻഡലോളും ഡിസ്യൂറിയ ആൻഡ് പെർഫ്യൂം ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും സാൻഡൽവുഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ കേൾക്കാത്തതാണ്. ട്യൂബർകുലോസിസ് ഇൻ ബ്ലാഡർ, നമ്മൾ അവിടെയും യൂസ് ചെയ്യും. മിക്ചറേഷന്റെ ഫ്രീക്വൻസി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ഒരു 9 ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിവിഷനും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് നാളെ